തൃശ്ശൂർ ജില്ലയിലെ വരാക്കര സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകാംഗമാണ്. എൻ്റെ പേര് മേരി ലിയാന. എൻ്റെ ഹസ്ബൻഡ് രാജേഷ് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ ഉടമ്പടി ജൂൺ 12 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. രണ്ടുപേരും സുഖമില്ലാതെ വന്നിട്ടാണ് ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും 2 കൊല്ലമായി വയ്യാതെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും വയ്യാണ്ടായപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അവിടെ നിന്ന് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആൾ റിക്കവർ ആവുകയും ചെയ്തു. ആൾ ജോലി ചെയ്തിരുന്ന കമ്പനി ആളെ തിരിച്ച് ജോലിക്ക് വിളിച്ചു. ഇത്ര നാളായിട്ട് ഞങ്ങൾ വരുമാനമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നിരുന്നത്. എനിക്ക് സുഖമില്ലാതായ ഇപ്പോൾ മോള് പറഞ്ഞു പഠിത്തം നിർത്താം, ഇനി അമ്മയെ മുന്നോട്ട് പോകാൻ പറ്റില്ല. BSc നേഴ്സിംഗ് 4th ഇയർ ആണ് ഇപ്പോൾ മോള് പഠിക്കണേ ബാംഗ്ലൂർ. അപ്പോൾ 2nd ഇയർ തൊട്ട് ഫീസ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊച്ചു പഠിത്തം നിർത്താം, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് ഉച്ചയായപ്പോഴേക്കും അവൾക്ക് സ്പോൺസർഷിപ്പിന് ഒരാൾ വന്നു. അവളുടെ 4th ഇയർ വരെയുള്ള ഫീസ് ആൾ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത്രയും വലിയൊരു അനുഗ്രഹം ഒന്ന് കിട്ടി. പിന്നെ രണ്ടാമത്തെ മോള് SSLC ആയിരുന്നു. അവൾ പഠിക്കാൻ വളരെ മോശമായിരുന്നു, പാസ്സാവുമോ പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു മാർക്ക്, അവൾക്ക് 67% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എവിടെയും സീറ്റ് കിട്ടാതെ കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ദിവസമൊക്കെ സീറ്റിന് വേണ്ടി ചെന്നപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു, നിൻ്റെ ഈ മാർക്ക് വെച്ചിട്ട് നിനക്ക് ഇവിടെ ഒന്നും ഒരു സീറ്റ് കിട്ടില്ല, പ്രൈവറ്റിൽ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൈവറ്റിൽ ക്ലാസ്സിന് വേണ്ടി അന്വേഷിച്ചു. പക്ഷേ അത്രയും വലിയൊരു എമൗണ്ട് കിട്ടാൻ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അന്നേരം ഞാൻ മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും അവളുടെ കയ്യിൽ കൊടുത്തേച്ചിട്ട് പറഞ്ഞു, മോൻ ഇതും കൊണ്ട് പോയിക്കോ, വിശ്വാസപ്രമാണം ചെല്ലിയാൽ മതി, ക്ലാസ്സിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവൾ പോയി. അവിടെ നിന്ന് പള്ളിയിൽ അവിടെ പോയി അച്ഛൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, ഫുൾ A+ വരെ വെയിറ്റിങ്ങിലാണ്, 11 പേര് നിൽക്കുന്നത്, നിനക്ക് ഒരു നിലയ്ക്കും കിട്ടില്ല സീറ്റ്. അങ്ങനെ കരഞ്ഞ് കൊച്ച് വീട്ടിൽ വന്നു. അവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞില്ല അപ്പോഴേക്കും സ്കൂളിൽ നിന്ന് വിളി വന്നു, അന്ന രാജേഷിന് ഒരു സീറ്റ് കൊമേഴ്സിനുണ്ട്, അവൾ ആഗ്രഹിച്ച സീറ്റ് തന്നെയായിരുന്നത്, വന്ന് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മൂത്ത മോളുടെ സ്പോൺസർഷിപ്പ് എടുത്ത ആൾ പറഞ്ഞു, ആ കൊച്ചിൻ്റെ ഫീസ് ഞാൻ കെട്ടിക്കോളാം, അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, 3 മക്കളുടെയും പൈസ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ ആൾ നമുക്ക് ക്യാഷ് ഇട്ടൊന്നും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതും എനിക്ക് എൻ്റെ മാതാവ് നടത്തി തന്നു പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. മോനാണെങ്കിൽ സംസാരിക്കാൻ അങ്ങനെ ക്ലിയർ അല്ലായിരുന്നു, അവൻ്റെ നാവിന് കെട്ടുണ്ടായിരുന്നു, അവൻ പോവാനും കൂട്ടാക്കില്ലായിരുന്നു, ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു, സ്കൂളിൽ പോകാൻ വേണ്ടി ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ പോവുകയും ചെയ്യും. മാതാവിൻ്റെ പാട്ട് പാടിയിട്ട് എപ്പോഴും നടക്കുള്ളൂ, ഉറങ്ങുമ്പോഴൊക്കെ മാതാവിൻ്റെ പാട്ട് കേട്ടാൽ അവൻ ഉറങ്ങുള്ളൂ. ഇപ്പോൾ പേരൊക്കെ അവൻ തന്നെ പറഞ്ഞൊക്കെ തുടങ്ങി. മാതാവ് എന്നും തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് മക്കളെ സ്കൂളിൽ വിടുകയൊക്കെ ചെയ്യുന്നത്. ഭക്ഷണത്തിലും നമ്മൾ അങ്ങനെ കൊടുക്കും. പിന്നെ പുറത്ത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ നമ്മൾ പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി നമ്മൾ അടുത്തുള്ള വീടുകളിലും അവിടെ അറിയുന്നവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്ത് മെഡിക്കൽ കോളേജിലും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്കൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അത്ര കഴിവൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഉള്ള കഴിവിനനുസരിച്ച് നമ്മൾ സഹായിക്കുന്നവർ ഉള്ള കഴിവിനനുസരിച്ച് ഞങ്ങൾ എല്ലാവർക്കും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മൂത്ത മോൾക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. അത് അവൾ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒഴിവാക്കാൻ അവൾ സമ്മതിക്കില്ലായിരുന്നു. അവൾ തന്നെ ഒഴിഞ്ഞു പോകേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2ാമത്തെ മാസം ഇവിടെ വന്ന നേരത്ത് ഇവിടെ വന്ന് ബസ് ഇറങ്ങിയ വഴിക്ക് അവൾ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാനത് ഒഴിവാക്കി, അമ്മേ നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. അതങ്ങനെ വലിയൊരു അനുഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ എനിക്ക് ഒരു സർജറി കഴിഞ്ഞിരിക്കുമായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ. അത് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് 10-12 സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ അവിടെ വന്നേ. പക്ഷേ അത് എൻ്റെ മേത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവിടുത്തെ കുമിള പോലെ നിറഞ്ഞ് പൊന്തി ഭയങ്കര പെയിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്ന അന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട്
അന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതുവരെ മരുന്ന് വെച്ചിട്ടാണ് അത് പൊട്ടിച്ച് കളഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ ബ്ലെസ് ചെയ്ത ശേഷം അത് അന്നേരം തന്നെ ഇവിടെ വെച്ച് പൊട്ടി. അതിന് ശേഷം പിന്നെ എൻ്റെ മേത്ത് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞു തീരാൻ പറ്റാത്ത പോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവും ഞങ്ങളുടെ ഈശോ അപ്പയും കൂടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നടത്തി തരുന്നുണ്ട്. മുന്നോട്ട് ഓരോ കാര്യങ്ങളും അതാത് ഡേറ്റിൻ്റെ നേരത്തെ തലേ ദിവസം ഞങ്ങൾ മുന്നേ ഞങ്ങളുടെ ലോണൊക്കെ ഒരുപാട് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നേ വരെ ഞങ്ങളുടെ ലോൺ മുടങ്ങിയിട്ടില്ല. അത് അടയ്ക്കേണ്ട അതേ ഡേറ്റിന് ഞങ്ങളുടെ കയ്യിൽ എവിടെ നിന്നെങ്കിലും പൈസ വന്നിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇത്രയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. എല്ലാം എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ആത്മീയ ജീവിതം ഞങ്ങൾ എല്ലാ ദിവസവും ഒറ്റ ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കില്ല. മുന്നൊക്കെ ഒരുപാട് മുടങ്ങിയിട്ടുണ്ട്. ഈശോ ഇപ്പോൾ പ്രാർത്ഥനയൊന്നും മുടങ്ങുന്നില്ല. അതിന് ഈശോയ്ക്ക് നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നല്ലപോലെ ഞങ്ങൾക്ക് കുടുംബത്തിനുണ്ട് എന്ന് ഞങ്ങളിപ്പോൾ അനുഭവിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവേൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. തുടർന്ന് വചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ: അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. രാജേഷും ലിയാനായും തങ്ങളുടെ മക്കളുമൊത്ത് കുടുംബത്തിൻ്റെ ഏതവസ്ഥയിൽ നിന്ന് തങ്ങളിവിടെ വന്നു. ഇന്ന് തങ്ങളെ എങ്ങനെയാണ് ഉടമ്പടി എന്നുള്ളത്, ആ ഉടമ്പടി ജീവിതം തങ്ങളുടെ അസുഖങ്ങൾ മാറ്റി ഒരു വരുമാന മാർഗമുണ്ടായി. ഹസ്ബൻഡിൻ്റെ ജോലി 2 വർഷമായിട്ട് ജോലി ഇല്ലാതിരുന്ന മകന് വീണ്ടും അതേ കമ്പനി തന്നെ ജോലിയിലേക്ക് തിരിച്ചു വിളിച്ചു. സ്കോളർഷിപ്പോടുകൂടി മക്കളുടെ പഠനം നിർത്താമെന്ന് പഠിക്കുവാനായിട്ട് സാഹചര്യങ്ങളില്ലാത്ത ഇതുകൊണ്ട് ഇനി പഠനം മുമ്പോട്ട് പോകണ്ട എന്ന് കരുതി പഠനം സ്റ്റോപ്പ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും അവിടെയും സ്പോൺസർഷിപ്പ് തങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തി തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ 3 മക്കളുടെയും പഠിത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്. അങ്ങനെ ഇതെല്ലാം തങ്ങൾക്ക് ലഭിച്ച ഭൗതികമായ കൃപകളാണ്, അനുഗ്രഹങ്ങളാണ്. ഇന്ന് ആത്മീയ ജീവിതത്തിൽ തങ്ങൾ എത്രമാത്രം കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. ആ ഒരു ജീവിതാവസ്ഥയിലൂടെ തങ്ങൾക്ക് പോകുവാനായിട്ട് കഴിഞ്ഞത് ഈ ഉടമ്പടിയിലൂടെ മാത്രമാണ് എന്നുള്ളതൊക്കെയാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. രോഗാവസ്ഥകളൊക്കെ എത്രമാത്രം തീവ്രമായിരുന്നു, അതിൽ നിന്നൊക്കെ തങ്ങൾക്ക് വന്ന സൗഖ്യാനുഭവങ്ങളുമൊക്കെ ആയിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ആ ഒരു ഉടമ്പടി മാത്രമാണ് തങ്ങളെ ഇന്ന് ഈ അൾത്താരയിൽ നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് തങ്ങൾക്ക് യോഗ്യതയുള്ളതാക്കിയത്. അങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടി ഏറ്റവും തീഷ്ണതയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. അങ്ങനെ ഇവിടെ വന്ന് ദൈവം നമുക്ക് നൽകുന്ന വലിയ കൃപകളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ കുടുംബത്തിന് കഴിഞ്ഞു. നമുക്കും അതിന് കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.